I'm here to talk about success. വിജയത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുവാൻ പോകുന്നത്. The first rule of success is to have a vision. വിജയത്തിന്റെ ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് ഒരു ദർശനം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. You see, if you don't have a vision of where you go and if you don't have a goal where you go, you drift around and you never end up anywhere. നിങ്ങൾ നോക്കൂ, നിങ്ങൾ എവിടെ പോവുകയാണെന്ന് പറയുന്ന ദർശനം നിങ്ങൾക്കില്ല എങ്കിൽ, നിങ്ങൾ എവിടെ പോവുകയാണെന്ന ലക്ഷ്യം നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ എങ്ങും എത്താതെ ഇങ്ങനെ ചുറ്റിക്കറങ്ങും. I mean, as you know, I was born in 1947 in Austria after the Second World War. നിങ്ങൾക്കറിയാവുന്നതുപോലെ 1947 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഞാൻ ഓസ്ട്രിയയിലാണ് ജനിച്ചത്. I was very fortunate that I stumbled on my vision. ഞാൻ വളരെ ഭാഗ്യമുള്ള ആളായിരുന്നു. ഞാൻ എൻ്റെ ദർശനത്തെ അപ്രതീക്ഷിതമായി കണ്ടെത്തിയതായിരുന്നു. And I didn't really like Austria when I grew up. ഞാൻ വളർന്നപ്പോൾ വാസ്തവത്തിൽ എനിക്ക് ഓസ്ട്രിയ ഇഷ്ടമല്ലായിരുന്നു. I couldn't wait to get out of there. എനിക്ക് അവിടെ നിന്ന് പുറത്തു പോകാതിരിക്കുവാൻ കഴിഞ്ഞില്ല. I couldn't see myself becoming a farmer or a worker in a factory or anything like that. എനിക്ക് ഞാനൊരു കർഷകനായോ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിലെ ജോലിക്കാരനായോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ ആയി മാറുന്നത് കാണുവാൻ കഴിയുമായിരുന്നില്ല. Even though my parents wanted me to stay there and have a normal life. But that was their vision, not mine. എൻ്റെ മാതാപിതാക്കൾ ഞാൻ അവിടെ താമസിച്ച് ഒരു സാധാരണ ജീവിതം നയിക്കുവാൻ ആഗ്രഹിച്ചെങ്കിലും പക്ഷേ അത് അവരുടെ ദർശനമായിരുന്നു, എൻ്റേതല്ല. My vision was totally different. I felt that I was born for something special, for something unique, for something big. എൻ്റെ ദർശനം പൂർണ്ണമായിട്ട് വ്യത്യസ്തമായിരുന്നു. എനിക്ക് തോന്നി ഞാൻ ജനിച്ചിരിക്കുന്നത് എന്തോ പ്രത്യേകമായിട്ടുള്ള, എന്തോ അതുല്യമായ, എന്തോ വളരെ വലിയൊരു കാര്യത്തിന് വേണ്ടിയായിരുന്നു എന്നായിരുന്നു. Then one day I went to school. I remember I was 11 years old, and they showed a documentary about America. അങ്ങനെ ഞാനൊരു ദിവസം സ്കൂളിൽ പോയി. ഞാൻ ഓർക്കുന്നു, എനിക്ക് 11 വയസ്സായിരുന്നു. അവർ എന്നെ അമേരിക്കയെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി കാണിച്ചു. There they showed in this documentary the huge skyscrapers, the high-rises, the huge bridges, the 6-lane freeways. അവർ ആ ഡോക്യുമെൻ്ററിയിൽ അമ്പരചുംബികളായ സൗധങ്ങൾ കാണിച്ചു, വലിയ കെട്ടിടങ്ങൾ കാണിച്ചു, വലിയ പാലങ്ങൾ കാണിച്ചു, 6 വരി പാതകൾ കാണിച്ചു. And all of this stuff, and I said to myself, that's where I want to be. അങ്ങനെയുള്ളവയെല്ലാം ഞാൻ എന്നോട് പറയുന്നു, അവിടെയാണ് ഞാൻ ആകാൻ ആഗ്രഹിക്കുന്നത്. I don't want to be around here with these little farmhouses and these little buildings. I want to be in America. ഞാൻ ഇവിടെ ഈ ചെറിയ കളപ്പുരയിലോ ചെറിയ കെട്ടിടങ്ങളിലോ ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അമേരിക്കയിലായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. One day after school I walked by a store in Graz. ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് ഞാൻ ഗ്രാസിലുള്ള ഒരു സ്റ്റോറിനടുത്തൂടെ നടന്നു പോവുകയായിരുന്നു. So I went inside and I looked around and then I saw a magazine. I saw a bodybuilding magazine that had Reg Park on the cover. ഞാൻ അതിനുള്ളിൽ പോയി ചുറ്റും നോക്കി. ഒരു മാഗസിൻ കണ്ടു. അതൊരു ബോഡി ബിൽഡിംഗ് മാഗസീൻ ആയിരുന്നു. അതിൻ്റെ മുഖചിത്രത്തിൽ റിച്ച് പാർക്ക് ആയിരുന്നു. Reg Park was then a 3-time Mr. Universe. And I saw him on the big screen as Hercules. റിച്ച് പാർക്ക് അപ്പോൾ 3 തവണ മിസ്റ്റർ യൂണിവേഴ്സ് ആയിരുന്നു. ഞാൻ അദ്ദേഹത്തെ ബിഗ് സ്ക്രീനിൽ ഹെർക്കുലീസായി കണ്ടു. I read that and I said to myself, wow, this is the blueprint for my life. This is exactly what I want to do. ഞാനത് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, വാവ്, ഇത് എൻ്റെ ജീവിതത്തിൻ്റെ രൂപരേഖയാണ്. ഇതാണ് വാസ്തവത്തിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. I want to become a bodybuilding champion just like Reg Park. എനിക്ക് റിച്ച് പാർക്കിനെ പോലെ ഒരു ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻ ആകണം. I want to get into movies just like Reg Park. And I want to make millions of dollars and be rich and famous
just like Reg Park. എനിക്കും റിച്ച് പാർക്കിനെ പോലെ സിനിമയിലെത്തണം. എനിക്ക് ദശലക്ഷക്കണക്കിന് പൈസകൾ സമ്പാദിക്കണം. എനിക്ക് പ്രസിദ്ധനും ധനികനുമാകണം റിച്ച് പാർക്കിനെ പോലെ. Do you know how great it felt that I knew where I was going? ഞാൻ എങ്ങോട്ടാണ് പോയിരുന്നത് എന്ന് ഞാൻ അറിഞ്ഞിരുന്നു എന്നുള്ളത് എത്ര മഹത്തരമായ ഒരു വികാരമാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. Imagine the majority of people don't know where they're going. I knew where I was going. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. ഭൂരിഭാഗം ആൾക്കാർക്കും അറിയില്ല അവർ എവിടെയാണ് പോകുന്നതെന്ന്. പക്ഷേ എനിക്കറിയായിരുന്നു ഞാൻ എവിടെ പോവുകയായിരുന്നു എന്ന്. That I'm going to become this bodybuilding champion just like him. ഞാനും അദ്ദേഹത്തെ പോലെ ഒരു ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻ ആകാൻ പോവുകയാണ് എന്ന്. So it was just a question of how do you do it? നീ അതെങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്ന വെറുമൊരു ചോദ്യം മാത്രമായിരുന്നു അത്. I was so relieved because when you have a goal, when you have a vision, everything becomes easy. ഞാൻ വളരെ ആശ്വാസമുള്ളവനായിരുന്നു. കാരണം നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുള്ളപ്പോൾ, നിങ്ങൾക്ക് ഒരു ദർശനമുള്ളപ്പോൾ എല്ലാം വളരെ എളുപ്പമുള്ളതായി മാറുന്നു. So people always ask me when they saw me in the gym in the pumping iron days. അതികഠിനമായ ഭാരമെടുത്ത് ജിമ്മിൽ വ്യായാമം ചെയ്യുന്നത് കണ്ട് ആൾക്കാർ എപ്പോഴും എന്നോട് ചോദിച്ചു, They say, why is it that you're working out so hard? 5 hours a day, 6 hours a day, and you have always a smile on your face. അവർ പറയുന്നു, താങ്കൾ എന്തിനിങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നു? 5 മണിക്കൂർ അല്ലെ 6 മണിക്കൂർ ഒരു ദിവസം, എന്നിട്ട് താങ്കളുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരിയുണ്ട്. And I told people all the time, I said, because to me, I'm shooting for a goal. ഞാൻ ജനങ്ങളോട് എപ്പോഴും പറഞ്ഞു, കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ എയ്യുന്നത് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. In front of me is the Mr. Universe title. മിസ്റ്റർ യൂണിവേഴ്സ് എന്ന് പറയുന്ന പദവിയായിരുന്നു എൻ്റെ മുന്നിൽ. So every rep that I do gets me closer to accomplishing that goal, to make this goal, this vision turn into reality. ഞാൻ ഓരോ തവണ ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിലേക്ക് അടുക്കുകയായിരുന്നു. അതെ, എൻ്റെ ഈ ദർശനവും ലക്ഷ്യവുമൊക്കെ യാഥാർത്ഥ്യമായി മാറുകയായിരുന്നു. Every single set that I do, every repetition, every weight that I lift will get me a step closer to turn this goal into reality. ഞാൻ ഓരോ സെറ്റ് ചെയ്യുമ്പോഴും, ഞാനത് ആവർത്തിക്കുമ്പോഴും, ഞാൻ വെയിറ്റ് എടുക്കുമ്പോഴും ഞാൻ എൻ്റെ ലക്ഷ്യങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് അടുക്കുകയായിരുന്നു. So I couldn't wait to do another 500-pound squat. I couldn't wait to do another 500-pound bench press. I couldn't wait to do another 2,000 reps of sit-ups. I couldn't wait for the next exercise. മറ്റൊരു 500 പൗണ്ടിൻ്റെ സ്ക്വാട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. മറ്റൊരു 500 പൗണ്ടിൻ്റെ ബെഞ്ച് പ്രസ് ചെയ്യുവാൻ വേണ്ടി കാത്തിരിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. 2000 തുടർച്ചയായിട്ടുള്ള സിറ്റപ്പുകൾ ചെയ്യുവാനായിട്ട് എനിക്ക് കാത്തിരിക്കുവാൻ കഴിഞ്ഞില്ല. അടുത്ത വ്യായാമത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. At the age of 20, I went to London and I won the Mr. Universe contest as the youngest Mr. Universe ever. 20ാമത്തെ വയസ്സിൽ ഞാൻ ലണ്ടനിൽ പോയി മിസ്റ്റർ യൂണിവേഴ്സ് എന്ന മത്സരത്തിൽ വിജയിച്ചു. അങ്ങനെ ഏറ്റവും പ്രായം കുറഞ്ഞ എന്നേക്കുമായിട്ടുള്ള മിസ്റ്റർ യൂണിവേഴ്സായി മാറി. And it was because I had a goal. അതെനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നത് കൊണ്ടാണ്. So let me tell you something, visualizing your goal and going after it makes it fun. ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ, അതായത് നിങ്ങളുടെ ലക്ഷ്യത്തെ നിങ്ങൾ മനസ്സിൽ കാണുക, എന്നിട്ട് അതിന് പുറകെ പോവുക എന്ന് പറയുന്നത് തീർച്ചയായും രസകരമായ കാര്യമാണ്. You got to have a purpose no matter what you do in life. You got to have a purpose. നിങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്താലും സാരമില്ല, നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം.